നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പരിക്കുണ്ടായിട്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങി സാന്റോസിനെ റെലഗേഷൻ സോണിൽ നിന്ന് രക്ഷപ്പെടുത്തി ബ്രസീലിയറോ സീരിയയിൽ 12ാം സ്ഥാനത്തെത്തിച്ച് കോപ്പ സുഡാമേരിക്കാനോക്ക് യോഗ്യതയും നേടിക്കൊടുത്ത് നെയ്മർ ജൂനിയർ ഇപ്പോൾ അവിടെ ഹീറോയാണ്. പക്ഷേ അതിന് തൊട്ടു മുമ്പുള്ള അവസ്ഥ താരം ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. ഫ്ലെമിംഗോക്കെതിരെയുള്ള കളിക്ക് ശേഷം തനിക്ക് നേരെ ഉണ്ടായ വലിയ എതിർപ്പുകളും അതുപോലെ വിമർശനങ്ങളുമൊക്കെ തന്നെ മാനസികമായിട്ട് വല്ലാതെ തളർത്തി. അങ്ങനെ തൻ്റെ കരിയറിൽ ആദ്യമായിട്ട് മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടുന്ന അവസ്ഥയുണ്ടായി, സൈക്കോളജിക്കൽ സപ്പോർട്ട് തേടുന്ന അവസ്ഥയുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനു മുമ്പും താൻ സൈക്കോളജിക്കൽ തെറാപ്പിക്ക് വിധേയനായിട്ടുണ്ടെങ്കിലും അതൊന്നും താൻ മാനസികമായിട്ട് വളരെ തളർന്നതിൻ്റെ പേരിലായിരുന്നില്ല. അതൊക്കെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ചെയ്തതാണ്. ഇതല്ല, ഇത് തൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് സീറോയായി മാറി, റോക്ക് ബോട്ടത്തിലെത്തി. അവിടെ നിന്ന് ഇനി സ്വയം തനിക്ക് ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റില്ല എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സപ്പോർട്ട് തേടിയത് എന്ന് നെയ്മർ ജൂനിയർ വ്യക്തമായും സ്പഷ്ടമായും പറയുന്നു. ഈ കളിക്ക് ശേഷം ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ ക്രുസൈറോയെ തോൽപ്പിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ സംഗതി വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നു, ആഫ്റ്റർ ദി മാച്ച് അഗെയിൻസ്റ്റ് ഫ്ലെമിംഗോ ഞാൻ വലിയ രൂപത്തിൽ എൻ്റെ നേരെ വന്ന ക്രിറ്റിസിസം കണ്ട് പകച്ചുപോയി. അപ്പോൾ എൻ്റെ നേരെ വിമർശനങ്ങൾ വരുമ്പോൾ ആളുകൾ ഒരല്പം കൂടി കടന്നാണ് എപ്പോഴും പറയാറുള്ളത്. ആ ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കരിയറിൽ ആദ്യമായിട്ട് ഞാൻ സൈക്കോളജിക്കൽ ഹെൽപ്പ് തേടി. എൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് അപ്പോൾ സീറോയിലേക്ക് ഡ്രോപ്പ് ചെയ്തിരുന്നു. ഒരിക്കലും സ്വയം തിരികെ വരാൻ പറ്റും എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ കോച്ചും എൻ്റെ ടീംമേറ്റ്സും എൻ്റെ ഫാമിലിയും ഒക്കെ ആ സമയത്ത് വളരെ നല്ല രൂപത്തിൽ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അവരെന്നെ സപ്പോർട്ട് ചെയ്തു. തിരികെ ഇരു കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കാൻ എന്നെ പ്രാപ്തമാക്കിയത് അവരുടെ സ്നേഹം കൂടിയാണ്. സോ ഞാൻ അവരോടൊക്കെ നന്ദി പറയുകയാണ്. കാരണം ഞാൻ അവരോടൊപ്പമല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തിരികെ വരാനുള്ള ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാകുമായിരുന്നു എന്ന്. ഓൾറെഡി ഞാൻ തെറാപ്പിക്കൊക്കെ വിധേയനായിട്ടുള്ള ആളാണ്. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര മോശമായിട്ട് മാനസികമായി തകർന്നത് കൊണ്ടല്ല. അതൊക്കെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു, സ്വയം വളരാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ആദ്യമായിട്ട് എൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് റോക്ക് ബോട്ടത്തിലെത്തിയപ്പോൾ അവിടെ നിന്ന് തിരികെ വരാനാണ് ഞാൻ ഇത്തവണ മാനസികാരോഗ്യ വിദഗ്ധൻ്റെ ആ ഒരു സപ്പോർട്ട് തേടിയത്. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ വളരെ ഇമോഷണലായിട്ടുള്ള ഒരാളാണെന്ന് പറയുമ്പോഴും ഞാൻ സ്ട്രോങ് തന്നെയാണ്. ഇമോഷണലി ഞാൻ സ്ട്രോങ് തന്നെയാണെന്നതാണ് യാഥാർത്ഥ്യം. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതെനിക്ക് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നു. സോ വലിയ രൂപത്തിലുള്ള ക്രിറ്റിസിസങ്ങൾ നെയ്മർ എന്ന പോരാളിയെ പോലും മാനസികമായി തളർത്തിയെന്നറിയുമ്പോൾ അതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കളിക്കളത്തിലുണ്ടാകുന്ന ചില സംഭവങ്ങൾ അതിനെ ചുവട് പിടിച്ച് പരിധി വിട്ട് താരങ്ങളെ വിമർശിക്കാതിരിക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.